ശ്രീ ചട്ടമ്പി സ്വാമികളുടെ 171 ജന്മദിനമാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയി. അതായത് ആഗസ്റ്റ് 25, 1853 ആഗസ്റ്റ് മാസം 25-ാം തീയതിയാണ് തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം പട്ടണത്തിനകത്ത് തന്നെ ഉള്ള കണ്ണമ്മൂല എന്ന സ്ഥലത്ത് ശ്രീ ചട്ടമ്പി സ്വാമികൾ പൂജാതനായത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ആള് ചെറിയവനായതുകൊണ്ട്, അതായത് പൊക്കം കുറവുള്ളതുകൊണ്ട് കുട്ടിക്കാലത്ത് ആളുകൾ കുഞ്ഞൻ എന്ന് വിളിച്ചു. അത് പിന്നീട് കുഞ്ഞൻപിള്ള എന്നുമായി. നവോത്ഥാന നായകരിൽ പ്രധാനിയായിരുന്നു ശ്രീ ചട്ടമ്പി സ്വാമികൾ. ക്ലാസ്സിലെ ലീഡർ, ക്ലാസ്സിലെ മോണിറ്റർ, ആ പദവിക്ക് തുല്യമായ സ്ഥാനമാണ് പള്ളിക്കൂടത്തിൽ ചട്ടമ്പി എന്ന സ്ഥാനം. അങ്ങനെ സ്കൂളിലെ ക്ലാസ്സിലെ ലീഡർ ആയതുകൊണ്ട് ചട്ടമ്പി എന്ന പേര് വന്നു. അത് പിൽക്കാലത്തും തുടർന്നു. അങ്ങനെയാണ് അയ്യപ്പൻ ചട്ടമ്പി ആയതും ചട്ടമ്പി സ്വാമികൾ സന്യാസിയായപ്പോൾ ചട്ടമ്പി സ്വാമികളായത്. അദ്ദേഹം സംസ്കൃതത്തിലും മലയാളത്തിലും അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. 30ഓളം കൃതികൾ അദ്ദേഹത്തിന്റെ വകയായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കൃതിയാണ് ശ്രീചക്ര കൽപ്പം. ആ പുസ്തകത്തെ പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പല പുസ്തകങ്ങളും ഇന്നും പാഠ്യ വിഷയങ്ങളായി സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പല സന്യാസിമാരും സ്വന്തം പേരിൽ ആശ്രമങ്ങൾ സ്ഥാപിച്ചപ്പോൾ അദ്ദേഹം സ്വന്തമായി ഒരു ആശ്രമം സ്ഥാപിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. ലോകമാണ് എന്റെ ആശ്രമം എന്ന് പറഞ്ഞ മഹാനാണ്, സന്യാസി വര്യനാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. അന്ന് കേരളത്തെ, പ്രത്യേകിച്ചും തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ജാതീയമായ അകൽച്ചകൾ, ജാതീയമായ ഉച്ചനീചിത്വങ്ങൾ, അന്ധവിശ്വാസങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം അതിശക്തമായ തന്റെ തൂലിക പടവാളാക്കിക്കൊണ്ട് അദ്ദേഹം അതിശക്തമായി പോരാടി. അദ്ദേഹത്തിന്റെ കൃതികളിൽ പലതും അന്നത്തെ സാമൂഹിക ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വിളിച്ചു പറയുന്നവയാണ്. അതിനെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ പലതിന്റെയും സാരം. ശ്രീകൃഷ്ണനെയും ശ്രീ യേശുദേവനെയും കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ട് യേശുക്രിസ്തുവിനെയും ശ്രീകൃഷ്ണനെയും ഒരു പുസ്തകത്തിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ച മഹാനാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹം നവോത്ഥാന നായകരിൽ പ്രധാനിയായിരുന്നു. നവോത്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട 3 പേർ, ഒന്ന് ശ്രീ നാരായണ ഗുരു, ശ്രീ അയ്യങ്കാളി. മുൻപിൽ അതിന്റെയെല്ലാം മുന്നിലായിരുന്നു ശ്രീ ചട്ടമ്പി സ്വാമികളുടെ സ്ഥാനം. ഇവർ 3 പേരും ഒരേ ജില്ലയിൽ ജനിച്ചവരാണ്. ശ്രീ അയ്യങ്കാളി തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരും, ശ്രീ ചട്ടമ്പി സ്വാമികൾ തിരുവനന്തപുരം പട്ടണത്തിന്റെ അതിർത്തി പ്രദേശമായ കണ്ണമ്മൂലയിലും, ശ്രീ നാരായണ ഗുരു ആവട്ടെ തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലുമാണ് ജനിച്ചത്. ഇവിടെ ഏകദേശം തുല്യ പ്രായക്കാരുമായിരുന്നു. അതിൽ മൂപ്പൻ, ഏറ്റവും മുതിർന്ന ആള് ശ്രീ ചട്ടമ്പി സ്വാമികളും, അതിൽ താഴെയുള്ള ആള് ശ്രീ നാരായണ ഗുരുവും, അതിന് താഴെയുള്ള ആള് ശ്രീ അയ്യങ്കാളിയുമായിരുന്നു. ഇവർ തമ്മിലുള്ള
പ്രായ വ്യത്യാസം എന്ന് പറയുന്ന പത്തിന് അകത്ത് നിൽക്കുന്നതാണ്. 10 വയസ്സിനകത്ത് നിൽക്കുന്നതാണ്. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് ഊർജം നൽകി അത് കേരളത്തിലെ ആകമാനം പ്രകമ്പനം കൊള്ളിക്കത്തക്ക നിലയിൽ അത് അതിന്റെ ആശയങ്ങള്, അതിന്റെ സമര ആശയങ്ങള്, നിലവിലെ വ്യവസ്ഥിതിയെ തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള അതിന്റെ പ്രകമ്പനങ്ങൾ, ആ പ്രകമ്പനങ്ങൾ കൊണ്ട് ജീർണിച്ച ജാതി വ്യവസ്ഥയെയും മറ്റ് അന്ധവിശ്വാസങ്ങളെയും അത് കടപുഴുക്കാൻ തുടങ്ങി. അത്ര ശക്തമായിരുന്നു ശ്രീ ചട്ടമ്പി സ്വാമികളുടെ പ്രത്യയശാസ്ത്രം. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നും കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ, സാംസ്കാരിക അന്തരീക്ഷത്തിൽ ഒരു ജ്വലിച്ചു നിൽക്കുന്നത്, അണയാത്ത ദീപമായി ഇന്നും നിലകൊള്ളുന്നത്. അദ്ദേഹം 1924 മെയ് മാസം 5-ാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ തൊട്ടടുത്തുള്ള കൊല്ലം ജില്ലയിലെ പന്മന എന്ന സ്ഥലത്താണ് അദ്ദേഹം അവസാന നാളുകൾ കഴിച്ചുകൂട്ടിയതും. അവിടെ അന്നത്തെ കോൺഗ്രസ് നേതാവ് ശ്രീ കുമ്പളത്ത് ശങ്കുപിള്ള അവിടെ ഒരു ആശ്രമവും ശ്രീ ചട്ടമ്പി സ്വാമികൾക്ക് വിശ്രമിക്കുന്നതിനും അവിടെ ധ്യാനങ്ങളും അതുപോലുള്ള തന്റെ പ്രവൃത്തികളും എല്ലാം പ്രായമായതിനു ശേഷം ഒരിടത്ത് ഇരുന്നു കൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് അന്നത്തെ കോൺഗ്രസ് നേതാവ് ശ്രീ കുമ്പളത്ത് ശങ്കുപിള്ളയാണ്. അദ്ദേഹത്തിന്റെ പാരമ്പര്യമായ അദ്ദേഹത്തിന് ലഭിച്ച വസ്തുവാണ്, സ്വത്താണ്, പുരേടമാണ് അദ്ദേഹത്തെ ശ്രീ ചട്ടമ്പി സ്വാമികൾക്ക് ദാനമായി എഴുതി നൽകിയത്. അവിടെയാണ് ഇന്നും ചട്ടമ്പി സ്വാമികളുടെ സ്മാരകമായി നിലകൊള്ളുന്ന ആശ്രമം, പന്മന ആശ്രമം എന്ന പേരിൽ ഇന്നും അത് തല ഉയർത്തി നിൽക്കുന്നു. ഇതോടെ ശ്രീ ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ള അനുസ്മരണം ഇവിടെ പൂർത്തിയാക്കുകയാണ്. നന്ദി, നമസ്കാരം.